നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വൻ ദുരന്തത്തിലേക്ക് പാഞ്ഞെടുക്കുന്നതിന് 8 ദിവസം മുമ്പാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി ഒറ്റക്കണ്ടത്തിൽ താഴ്ത്ത CM സുജിത്തിന്റെ വാട്സാപ്പിലേക്ക് അവസാനമായി കേരളം കാത്തിരിക്കുന്ന കോഴിക്കോടുകാരന്റെ വോയിസ് മെസ്സേജ് വന്നത്. പിന്നീട് ലോകമെങ്ങുമുള്ള മലയാളികളുടെ കണ്ണീരും നെഞ്ചിടിപ്പുമായി കൂട്ടുകാരൻ മാറുന്നതിന് ദൃക്സാക്ഷിയായി. പ്രാർത്ഥനകൾക്കൊപ്പം കഴിയുന്നതിനിടെ ഫോണിൽ ആ വോയിസ് മെസ്സേജ് സുജിത്തിനെ ഇപ്പോഴും കരയിപ്പിക്കുന്നുണ്ട്. ഡാ കുട്ടു, ലൈസൻസ് നമുക്ക് കർണാടകയിൽ നിന്നെടുക്കാം. പറ്റുന്ന ലോഡ് വന്നാൽ ഞാൻ വിളിക്കും. ഇതായിരുന്നു ആ സന്ദേശം. കുട്ടു എന്നാണ് അവൻ എന്നെ വിളിക്കാറുള്ളത്. ദീർഘദൂര യാത്രകളിൽ ഞാൻ എപ്പോഴും അവന്റെ കൂടെ പോവാറുണ്ടായിരുന്നു. വനപ്രദേശത്തുകൂടി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഫോൺ റേഞ്ച് ഇല്ലാത്തതെന്നും സുജിത്തിനുള്ള ലൈസൻസ് അവിടെ നിന്ന് എടുക്കാമെന്നുമായിരുന്നു ശബ്ദ സന്ദേശത്തിന്റെ ഉള്ളടക്കം. അടുത്തൊരു വലിയ ലോഡ് ലഭിച്ചാൽ ഒരുമിച്ച് പോകാമെന്നും മെസ്സേജിൽ പറയുന്നുണ്ട്. തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ആ ചാറ്റ് അവസാനിപ്പിച്ച സുഹൃത്തിനുണ്ടായ അപ്രതീക്ഷിത ദുരന്തം മാനസികമായി തളർത്തിയെങ്കിലും കൂട്ടുകാരൻ തിരിച്ചു വരുമെന്നും വിളിക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലാണ് സുജിത്ത്. മറ്റാരും കൂടെയില്ലാതെ ഇത്രയും ദീർഘയാത്ര പോകുന്നത് അപകടമല്ലേ എന്ന് ഒരു തവണ കൂട്ടുകാരനോട് ചോദിച്ച സംഭവം വിഷമത്തോടെ ഓർത്തെടുക്കുന്നുണ്ട് സുജിത്ത്. എന്തെങ്കിലും അപകടമുണ്ടായാൽ എന്തു ചെയ്യും എന്നാണ് ഞാൻ ചോദിച്ചത്. ഒറ്റയ്ക്കാവുന്നതാണ് നല്ലതെന്നും അപ്പോൾ എനിക്ക് എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്നായിരുന്നു അന്ന് മറുപടി. അധികം ചായ കുടിക്കുന്ന ശീലം അവന് ഇല്ലായിരുന്നു. വണ്ടിയിൽ ഉറങ്ങി രാവിലെ എഴുന്നേറ്റാലും പുറത്തുനിന്ന് ചായ കുടിക്കുന്ന പതിവില്ല. ലോറിക്കുള്ളിൽ തന്നെ അകപ്പെട്ടിരിക്കാനാണ് സാധ്യത. ഡ്രൈവിംഗിനിടയിൽ ഭക്ഷണം എപ്പോഴെങ്കിലും കഴിക്കുന്ന രീതിയാണ് കൂട്ടുകാരൻ്റെതെന്നും സുജിത്ത് പറയുന്നു. വീട് നിർമ്മിച്ചതിന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനുള്ള പരക്കം പാച്ചില്ലായിരുന്നു അവൻ. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയെന്നറിഞ്ഞാൽ ഫോണിൽ വിളിക്കും. നാട്ടിലേക്ക് ഇറങ്ങില്ലേ എന്ന ചോദ്യത്തിന് നാളെ രാവിലെ ലോഡുമായി പോകണമെന്നും അതുവരെ വീട്ടുകാർക്കൊപ്പം ചിലവഴിക്കട്ടെ എന്നുമാണ് മിക്കപ്പോഴും ലഭിച്ചിരുന്ന മറുപടി. എത്ര വലിയ ലോഡാണെങ്കിലും സഹായികളായി ആരുമില്ലെങ്കിലും അവൻ ആ ദൗത്യം ഏറ്റെടുക്കും. ഏത് സാഹചര്യത്തെയും അതിജീവിക്കാമെന്ന ആത്മവിശ്വാസം അവന്റെ വാക്കുകളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ലൈസൻസ് സംഘടിപ്പിക്കാമെന്നും നിന്നെ ലൈനിൽ ഇറക്കുന്ന കാര്യം ഞാൻ ഏറ്റുവെന്നുമുള്ള കൂട്ടുകാരന്റെ ഇടയ്ക്കിടെയുള്ള ഓർമ്മപ്പെടുത്തലിനെ പറ്റി പറയുമ്പോഴും സുജിത്തിന്റെ കണ്ണുകൾ നിറയുകയായിരുന്നു. അതിന്റെ ട്രാക്ക് കിടക്കുന്ന അവസ്ഥയും സ്ഥാനവും കൃത്യമായി നിർണ്ണയിക്കാൻ ഐബോർഡ് ഉപയോഗിച്ച് പരിശോധന നടത്തും. 12:30 ഈ പരിശോധന തുടങ്ങുമെന്നാണ് വിവരം. ഡ്രോൺ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്കാനറിൽ പുഴയ്ക്കടിയിലെ സിഗ്നലും ലഭിക്കും. നോയിഡയിൽ നിന്ന് കേന്ദ്രത്തിന്റെ പ്രത്യേക അനുമതിയോടെയാണ് ഐബോർഡ് എത്തിച്ചത്. ഐബോർഡ് സംവിധാനത്തിന്റെ ബാറ്ററികൾ ദില്ലിയിൽ നിന്നും രാജധാനി എക്സ്പ്രസിൽ എത്തിക്കുകയായിരുന്നു. 9:40 ട്രെയിൻ കാർവാർ സ്റ്റേഷനിൽ എത്തി. കാർവാർ സ്റ്റേഷനിൽ നിന്ന് സ്ഥലത്തേക്ക് ഏതാണ്ട് 1 മണിക്കൂർ ദൂരമുണ്ട്. 1.5 മണിക്കൂറിൽ ബാറ്ററി എത്തിച്ച ശേഷം അരമണിക്കൂറിനുള്ളിൽ ഐബോർഡ് ഡ്രോൺ നിരീക്ഷണ സംവിധാനം അസംബിൾ ചെയ്ത് 11:45 പ്രവർത്തനം തുടങ്ങുമെന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരം. പുഴയുടെ ഒഴുക്കിന്റെ ശക്തി അടക്കം ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ചാകും തുടർ നടപടികൾ നാവികസേന സ്വീകരിക്കുക. നിലവിൽ 6 നോട്ട് സ്പീഡിലാണ് പുഴയുടെ ഒഴുക്ക്. അത് പകുതിയോളം കുറയ്ക്കാനാകുമോ എന്ന് പരിശോധിക്കും. കുത്തൊഴുക്ക് കുറയ്ക്കാനുള്ള സാധ്യതകൾ നാവികസേന പരിശോധിക്കുന്നുണ്ട്. റെഗുലേറ്റർ ബ്രിഡ്ജുകളോ ചെക്ക് ഡാമുകളോ അടച്ച് ഒഴുക്കിന്റെ ശക്തി കുറയ്ക്കാനാകില്ല. എല്ലാ ചെക്ക് ഡാമുകളും നിറഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ ഷട്ടറുകളും അടയ്ക്കാൻ കഴിയില്ല. താൽക്കാലിക രീതിയിൽ മാത്രമേ ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയൂ. അത് എങ്ങനെ വേണമെന്ന് ഗ്രൗണ്ട് റിപ്പോർട്ടിനനുസരിച്ച് തീരുമാനിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.